കാപ്പ കേസ് പ്രതിയും ഒപ്പമുണ്ടായിരുന്ന ഗുണ്ടാ സംഘത്തെയും രക്തഹാരമണിയിച്ച് CPM-ലേക്ക് സ്വീകരിച്ച വിഷയം വിവാദം കെട്ടടങ്ങും മുമ്പ് CPM-ൽ വീണ്ടും അഭിപ്രായ ഭിന്നത. മന്ത്രി വീണ ജോർജ് മാലയിട്ട് CPM-ലേക്ക് സ്വീകരിച്ച കാപ്പ കേസ് പ്രതിക്ക് DYFI മേഖലാ ഭാരവാഹിത്വം നൽകിയതാണ് പുതിയ വിവാദത്തിന് വഴിമരുന്നിട്ടത്. കൊലക്കേസ് പ്രതിയും കാപ്പ കേസ് പ്രതിയുമായ ശരൺ ചന്ദ്രനെയാണ് മലയാളപ്പുഴ DYFI മേഖലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് ഇയാൾക്ക് ഭാരവാഹിത്വം നൽകിയത്. DYFI കോന്നി ബ്ലോക്കിൽ ശരൺ ചന്ദ്രനെ ഉൾപ്പെടുത്താനായിരുന്നു പാർട്ടി ആദ്യം തീരുമാനിച്ചത്. എന്നാൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മേഖലാ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ ശരൺ ചന്ദ്രൻ 2 മാസം മുമ്പാണ് CPM-ൽ ചേർന്നത്. ഇതിന് പിന്നാലെ കഴിഞ്ഞയാഴ്ച DYFI പ്രവർത്തകനുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഇയാൾ യുവാവിന്റെ തലയടിച്ചു പൊട്ടിച്ചിരുന്നു. മുണ്ടുകോട്ടയ്ക്കൽ സ്വദേശി രാജേഷിനാണ് പരിക്കേറ്റത്. ബിയർ ബോട്ടിൽ ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ജൂലൈയിലാണ് CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ നേതൃത്വത്തിൽ ശരൺ ചന്ദ്രൻ ഉൾപ്പെടെ 60 പേരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. സംഭവം വിവാദമായതോടെ ശരൺ നിലവിലെ കാപ്പ കേസ് പ്രതിയല്ലെന്നും പൊതുപ്രവർത്തനത്തിനിടെ ഇത്തരം കേസുകൾ സർവ്വസാധാരണമാണെന്ന് ന്യായീകരിച്ച് ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയിരുന്നു. 25 വയസ്സിനിടെ 12 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇഡലി എന്ന വിളിപ്പേരുള്ള ശരൺ. 2023 നവംബറിൽ ശരൺ ചന്ദ്രനെതിരെ അടിപിടി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതോടൊപ്പം കാപ്പ വ്യവസ്ഥകളുടെ ലംഘനത്തിന് പുതിയ കേസും എടുത്തിരുന്നു. ഒളിവിൽ പോയ ശരണിനെ 2024 ഏപ്രിൽ 16-നാണ് പിടികൂടിയത്. എന്നാൽ ജാമ്യം നേടി പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും അറസ്റ്റിലായി. ഒടുവിൽ കഴിഞ്ഞ ജൂണിലാണ് ജയിൽ മോചിതനായത്. ഈ കേസുകളെല്ലാം നിലനിൽക്കെയാണ് DYFI മേഖലാ കമ്മിറ്റി ഭാരവാഹിയായി ശരൺ ചന്ദ്രനെ തെരഞ്ഞെടുത്തത്.